ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു. നമുക്കൊക്കെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരണം, നമ്മുടെ ലൈഫ് സക്സസ് ആയിത്തീരണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ടല്ലേ? നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? എന്നാൽ പലപ്പോഴും നമുക്കത് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ തുടങ്ങി വെച്ച പല കാര്യങ്ങളും നമ്മൾ പാതി വഴി നിർത്തിയിട്ട് പോകുന്നു. നമുക്ക് നോക്കിയാലോ? എൻ്റെ പേര് ജിജി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ സക്സസ്സിൽ, നമ്മുടെ ഡെസ്റ്റിനേഷൻ നമുക്ക് എത്തിച്ചേരാൻ പറ്റാതെ പോകുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ്, നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് കിട്ടിയ ചില അറിവുകൾ, അല്ലെങ്കിൽ നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ലൈഫിലുണ്ടായ ചില ട്രോമാസ്, അതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ട്. അത് നമ്മളെങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്ക് ഇത്രയൊക്കെ ആകാൻ പറ്റത്തുള്ളൂ, അല്ല ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, എന്നെക്കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മളുടെ ഉള്ളിലുണ്ട്. അതൊക്കെ നമ്മൾ ആദ്യം മാറ്റി വെക്കണം. ദൈവം നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചത് യുണീക്കായിട്ടാണ്, ഒരു പർപ്പസിന് വേണ്ടിയാണ്. അത് നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ അത് നമ്മൾ മിനുക്കി എടുക്കണം. അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബേണിംഗ് ഡിസയർ നമുക്കുണ്ടായിരിക്കണം. ഡിസയർ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമല്ല, അതിനുവേണ്ടി നമ്മൾ ആക്ഷൻ എടുക്കണം. തീരുമാനിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? എന്തെല്ലാം കാര്യം നമുക്ക് ആഗ്രഹിക്കാൻ പറ്റും. അത് നമുക്ക് ഒരു പ്രൈസും നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ല. എന്നാൽ നമ്മൾ നമ്മുടെ ഗോൾസിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ പല ചലഞ്ചസ് നമ്മുടെ ലൈഫിലുണ്ടാകാം. സാരമില്ലെന്നേ, നമ്മുടെ ലൈഫെന്ന് പറയുന്നത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. അത് നമ്മൾ ഈ സമൂഹത്തെയോ നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളെയോ ആരെയും പഴിച്ചാരിയിട്ട് കാര്യമില്ല. നമ്മൾ എടുത്ത തീരുമാനത്തിനൊത്ത് നമ്മൾ മുമ്പോട്ട് പോവുക, ഇൻസ്പയർഡ് ആക്ഷൻസ് എടുക്കുക, അതിനായിട്ട് പ്രവർത്തിക്കുക. നമ്മുടെ ടൈം അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മൾക്ക് പ്രയോജനകരമല്ലാത്ത ഒരു കാര്യത്തിലേക്കും നമ്മുടെ ടൈമിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്യരുത്. നമ്മുടെ ലൈഫിൽ സക്സസ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുന്നത്, അതിനുവേണ്ടി മാത്രമേ നമ്മുടെ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാവൂ. നമ്മളെക്കൊണ്ട് സാധിക്കും. നമ്മളെക്കൊണ്ട് അസാധ്യമായതൊന്നുമില്ല. നമ്മുടെ ദൈവത്തിൽ നമുക്ക് കുറച്ച് വിശ്വാസമുണ്ടായിരിക്കുക. നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക. ആ തീരുമാനത്തിനൊരു വൈ റീസൺ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ട് ഞാൻ ഈ സക്സസ്സിൽ എത്തിച്ചേരണം, എന്തുകൊണ്ട് എനിക്കിത് ചെയ്യണം എന്നുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുത്ത് അതിനായിട്ട് നമ്മൾ പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ ഒരിക്കലും ഓർക്കരുത് സ്മൂത്തായിട്ട് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനിയിൽ എത്തിച്ചേരാൻ പറ്റുമെന്ന്. എന്നാൽ നമ്മളൊരു ടൈം ഫ്രെയിം ഉണ്ടാക്കി ഒരു ടൈം ലൈൻ നമ്മൾ സെറ്റ് ചെയ്യുക. എന്നാൽ പലപ്പോഴും നമുക്ക് ആ ടൈം ലൈനിലല്ല, ടൈം ഫ്രെയിമിനുള്ളിൽ അത് കംപ്ലീറ്റ് ആയിക്കൊള്ളണമെന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, എന്ത് കാര്യത്തിനായാലും നമ്മുടെ നാട്ടിൽ ആയാലും ഇവിടെ ആയാലും, ഇവൻ ഫോർ ഒരു പേഷ്യൻ്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ പോലും അവരതിനൊരു എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡിസ്ചാർജ് ഇടും. നമ്മുടെ നാട്ടിലെ ബസ്സുകൾ ഇന്ന സമയത്ത് അത് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ചെല്ലണമെന്ന് അവർക്കൊരു ആഗ്രഹമുണ്ട്. അതിനായിട്ട് നമ്മുടെ ഡ്രൈവേഴ്സൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും. നമ്മുടെ ഫ്ലൈറ്റ് അവരതിന് ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ഫ്ലൈറ്റ് ഡിലേ ആകാറില്ലേ, ബസ്സുകൾ ഡിലേ ആകാറില്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കാം. അതൊക്കെ പല റീസൺസ് ഉണ്ട് അതിന്. എന്നാൽ ആ റീസൺസ് കൊണ്ട് അവരവരുടെ ഡെസ്റ്റിനിയിൽ എത്തിച്ചേരാതെ ഇരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതിനെ നമ്മൾ കൈനീട്ടി സ്വീകരിക്കുക. നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ എക്സ്പീരിയൻസിനെയും അതൊരു ലേണിംഗ് ആയിട്ട് എടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എന്താണ് നമുക്ക് നേടിയെടുക്കേണ്ടത് അതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരിക്കലും ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകരുത്. ക്വിറ്റ് ചെയ്യുന്നവർ ഒരിക്കലും സക്സസ് ആകുകയില്ല. എന്നാൽ എന്ത് പ്രതികൂലങ്ങൾ വന്നാലും, എന്ത് ചലഞ്ചസ് വന്നാലും എൻ്റെ ഗോൾ ഞാൻ അച്ചീവ് ചെയ്യും. അത് അച്ചീവ് ചെയ്യുന്നത് എനിക്കൊരു കാരണമുണ്ട് എന്നുള്ള ആ ഉറച്ച തീരുമാനത്തോടെ നമ്മൾ മുമ്പോട്ട് പോവുക. നമുക്ക് സക്സസ്സിൽ എത്തിച്ചേരാൻ പറ്റും. നമ്മളൊരു ECG എടുത്താൽ തന്നെ ആ ECGക്ക് വേവ്സ് ഉണ്ടല്ലേ, അതൊരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കത്തില്ല.
ഉയർച്ചകൾ താഴ്ചകളൊക്കെ ഉണ്ടാകാം. ആ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ മനസ്സിലാക്കുന്നത് ഡെത്ത്, നോ മോർ. എന്നാൽ ഈ ഒരു വേവ് പോലെ നമ്മുടെ ലൈഫ് നമ്മൾ നമ്മുടെ സക്സസ്സിലേക്ക് എത്തുവാനുള്ള ഓരോ ചവിട്ടുപടികളാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. കൺസിസ്റ്റൻ്റായിട്ട് നമ്മളിൽ തന്നെ നമ്മളൊരു വിശ്വാസം അർപ്പിക്കുക. നമ്മുടെ ദൈവം കൂടെ ഉണ്ടെന്നേ, ആ ഒരു ഉറച്ച വിശ്വാസം മതി. നമ്മൾ തന്നെ നമ്മൾ ഡൗട്ട് ആണെങ്കിൽ മറ്റുള്ളവർ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? മറ്റുള്ളവരിലേക്ക് നമുക്ക് എങ്ങനെ കടന്നു ചെല്ലാൻ പറ്റും? എങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും? സെൽഫ് കോൺഫിഡൻസ് നമുക്ക് വേണം. യെസ്, നമുക്ക് ചെയ്യാൻ പറ്റും. കോൺഫിഡൻസ് മാത്രമല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് നമ്മൾ കാണിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ഉള്ളിലായിരിക്കണം നമ്മുടെ പവർ. ആ പവർ നമ്മുടെ ലൈഫിൽ മുമ്പോട്ട് പോകാൻ നമ്മളെ സാധിക്കും. നമുക്ക് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാകാം, നമുക്ക് വീക്ക്നെസ് ഉണ്ടാകാം. പ്രശസ്ത പോപ്പ് സിംഗറായ ഉഷാ ഉദുപ്പിൻ്റെ വോയിസ് മാം പറഞ്ഞിരിക്കുന്നത് പല സമയത്തും മാം റിജക്റ്റ് ആയിട്ടുണ്ട് ആ ഒരു വോയിസ് കൊണ്ട്. എന്നാൽ ഇന്ന് ദശോപലക്ഷം ആളുകൾ മാമിനെ നെഞ്ചിലേറ്റിയിരിക്കുകയാണ്. മാമിൻ്റെ ടോക്സ് മാം പറഞ്ഞതാ, എൻ്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ ആയിരുന്നു എൻ്റെ വോയിസ്. ഇന്ന് ആ വോയിസാണ് ഏറ്റവും വലിയ സക്സസ്സിൽ എത്തിച്ചേർത്തത്. അതുപോലെ നമ്മുടെ ലിമിറ്റേഷൻസ്, നമ്മുടെ വീക്ക്നെസ് നമ്മുടെ സ്ട്രെങ്താക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ ആ ഡ്രീമിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ ശ്രമിക്കുക. എപ്പോഴും നമുക്ക് ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ്. എന്ത് വന്നാലും ഞാൻ മുമ്പോട്ട് തന്നെ പോകും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റോടുകൂടി ഏറ്റവും നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മുമ്പോട്ട് പോകാൻ, നമ്മുടെ ഏറ്റവും നല്ല സക്സസ്സിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ ഇടയാകട്ടെ. നമ്മുടെ ആ സക്സസ്സായ ജീവിതം കൊണ്ട് ഒരാളുടെയെങ്കിലും മുഖത്ത് ഒരു സന്തോഷം വരുത്തുവാൻ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്മയായി തീരുവാൻ നമുക്ക് കഴിഞ്ഞാൽ, ഒരാളുടെയെങ്കിലും ലൈഫ് എംപവർ ചെയ്യുവാൻ നമുക്ക് സാധിച്ചാൽ, അതല്ലേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. നമ്മുടെ ഈ ഷോർട്ട് ലൈഫിൽ ഒന്നും നമ്മൾ തീരുമാനങ്ങൾ എടുക്കാതെ ഒരു പർപ്പസുമില്ലാതെ ഈ ലൈഫ് കഴിഞ്ഞു പോയാൽ എന്താണ് പ്രയോജനമുള്ളത്? നമ്മൾക്ക് വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ മരിക്കുന്നതോടെ അത് അവിടെ അവസാനിക്കുക. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം കൂടെ സക്സസ്സിലേക്ക് നയിക്കുവാൻ നമുക്ക് സാധിച്ചാൽ അത് എന്നേക്കും നിലനിൽക്കുന്ന കാര്യങ്ങളായിരിക്കും. ഈ ദിവസങ്ങളിൽ നമുക്കൊക്കെ അതിന് സാധിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം സക്സസ്സിലേക്ക് അനുനിമിഷം ആയിത്തീരട്ടെ. അത് കൊണ്ട് അനേകം പേർക്ക് പ്രയോജനകരമായി തീരട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണുന്നവരെയും ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.